ഇന്നത്തെ വീഡിയോ എന്തുവെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ വെറും നിസ്സാരനായിട്ട് തള്ളിക്കളയുന്ന വാഴക്കുലയുടെ അകത്തിരിക്കുന്ന വാഴപ്പിണ്ടിയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ കൊല വെട്ടി ഒന്നും ഉപയോഗിക്കും, അല്ലെന്നുണ്ടെങ്കിൽ 10-250 രൂപയ്ക്ക് കൊല കൊടുത്ത് കാശാക്കും. പക്ഷേ അന്നേരം നമ്മൾ ചിന്തിക്കുന്നില്ല, ഈ കൊല അല്ല ഏറ്റവും ഗുണമുള്ളത് അതിനകത്തിരിക്കുന്ന വാഴപ്പിണ്ടിയാന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്കാണ് ഞാൻ ഒരുപാട്, പണ്ടൊക്കെ അമ്മമാരൊക്കെ വെച്ച് തരുമ്പോൾ എന്നും കിടന്ന് അലപ്പായിരുന്നു. ഇപ്പം നോക്കിയാലും കാട്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന സാധനങ്ങൾ അരിഞ്ഞു വെച്ച് തരുമെന്നുണ്ട്. പക്ഷേ അമ്മമാർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എന്തുവെന്ന്. ഇപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ അന്യ സംസ്ഥാനത്തിൽ പോകണം. ഇപ്പം ഗൾഫിലായാലും ഒക്കെ അവരൊക്കെയാണ് ചോദിക്കുന്ന വില കൊടുത്താണ് ഇത് മേടിക്കുന്നത്. വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പല അസുഖങ്ങൾക്കും ഈ വാഴപ്പിണ്ടി ജ്യൂസ് അടിച്ച് കുടിക്കും, വാഴപ്പിണ്ടി അച്ചാറിട്ട് കുടിക്കും, വാഴപ്പിണ്ടി അവിയൽ, എരിശ്ശേരി, മെഴുക്ക് വരട്ടി ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കും. ഞാനിപ്പോൾ ഇവിടെ തോരനാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ തോരൻ അരിയാൻ ചിലപ്പോൾ അരിയാൻ ചിലർക്ക് ഭയങ്കര പാടായിരിക്കും. ആ അരിയാൻ പാടുള്ളവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാടുമില്ല. വാഴക്കൊല എടുത്തതിന് ശേഷം വാഴപ്പിണ്ടി അതിൻ്റെ പോള കഴിഞ്ഞിട്ട് വലിച്ചൊടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ആവശ്യമായ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് ബാക്കി നമുക്ക് പീസാക്കി കവറിനകത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കാരണം എത്ര നാൾ വേണമെങ്കിലും വാഴക്കൊലയാണെങ്കിൽ പഴുത്തു പോവും, ഈ പീണ്ടി ഒരിക്കലും ചള്ളാവത്തില്ല. അത് അങ്ങനെ ഇരിക്കും. ഒരു 6-7 മാസം വരെ വേണമെങ്കിലും ഈ പീണ്ടി നമ്മളെ ഫ്രിഡ്ജിനകത്തിരിക്കും. അപ്പം നമ്മൾ ആവശ്യമായ തോരനാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ ആവശ്യമായ വാഴപ്പിണ്ടി എടുത്തിട്ട് അത് ചെറിയ ചതുരത്തിൽ ഇങ്ങനെ വെട്ടി എടുക്കണം. വെട്ടി എടുക്കുമ്പോൾ അത് ഓരോ പീസ് ചെത്തി ആ വാഴപ്പിണ്ടിയുടെ വീതി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഓരോ പീസ് വെട്ടിയെടുക്കുമ്പോൾ അതിനൊരു നൂലുണ്ട്. അപ്പോൾ ആ നൂല് നമ്മൾ ഇങ്ങനെ കൈ ചുറ്റണം. കൈ ചുറ്റി നമുക്ക് ആവശ്യമായ പീസ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ആ നൂല് ഇതേപോലെ അങ്ങ് മാറുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്താൽ കളയാം. എന്നിട്ട് നമുക്ക് 3-4-5 പീസ് ഇങ്ങോട്ടെടുത്ത് കുരുകുരാന്ന് കൂട്ടിപ്പിടിച്ച് അടുക്കിതാ ഇതേപോലെ അരിഞ്ഞു വയ്ക്കും. എന്നിട്ട് ഇത് നമ്മൾ കടുവറുത്ത് വെക്കുന്നവരുണ്ട്. ഇത് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർ ഇത് കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തിട്ട് ചെറുപയർ ചേർക്കാം, വൻപയർ ചേർക്കാം, കടല ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് ഒന്നും അല്ലെങ്കിൽ ഇത് വെറുതെ ഇത് മാത്രമേ ഉള്ളെങ്കിൽ ഇത് നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് പച്ചവളമൊക്കെ ചതച്ചിട്ട് നമുക്ക് ഇതിനകത്ത് 2 അരി കടുവറുത്തിടാം, അരി കടുവറുത്തിടാം, ഉഴുന്ന് കടുവറുത്തിടാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ വെറുതെ ഇത് ഉപ്പ് ഒഴിച്ച് തേങ്ങയും ചായച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് ആരും ഇനി വാഴപ്പിണ്ടി കളയരുത്. വാഴക്കൊലയെക്കാട്ടി ഗുണം വാഴപ്പിണ്ടിക്കാണ്. അതുകൊണ്ട് എല്ലാവരും വാഴ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വാഴ കിട്ടാനില്ല, ഇത് കാശ് കൊടുത്താണ് മേടിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, കാശ് കൊടുത്താണ് മേടിച്ചിരുന്നത്. നാട്ടിൽ അത് വേണ്ട. വാഴ നമ്മുടെ പുരയിടത്തിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് വെട്ടി നമുക്ക് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് അത് ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം. നമ്മുടെ പകുതി അസുഖങ്ങൾ മാറും. ഇതെന്ന് പറഞ്ഞാൽ നാരുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ വാഴയുടെ കൊല വെട്ടിയതിനു ശേഷം വാഴപ്പിണ്ടി കളയാനേ പാടില്ല. അത് സൂക്ഷിച്ച് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ, ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലാംശം തരുന്നൊരു ആഹാരമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് ചോറ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വാഴപ്പിണ്ടി കിട്ടുന്നെങ്കിൽ അത് ഒരു നേരമെങ്കിലും കഴിക്കുക. ഓക്കെ.